റിപ്പീറ്റ് ചെയ്ത് വരാറുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. ഒന്ന്, വാട്ട് ഈസ് മെൻറ്റ് ബൈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? ഗിവ് ഐൻസ്റ്റീൻസ് മാസ് എനർജി റിലേഷൻ. ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? ഐൻസ്റ്റീൻ്റെ മാസ് എനർജി റിലേഷൻ എന്താണ്? മാസിനെയും എനർജിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ ഏതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് പറയാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ചില മെറ്റൽ സർഫസിൽ വന്ന് തട്ടുന്ന സമയത്ത് മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുക. അതായത് വെൻ ലൈറ്റ് ഹിറ്റ്സ് ഓൺ എ മെറ്റൽ സർഫസ് ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഫ്രം ഇറ്റ്. എക്സാമ്പിളായിട്ട് സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം പോലെയുള്ള മെറ്റൽസ് എഴുതാം. ഈ പറഞ്ഞ മെറ്റൽസ് സാധാരണ വെളിച്ചത്തിൽ, അതായത് വിസിബിൾ ലൈറ്റിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കാൻ കഴിവുള്ള മെറ്റൽസാണ്. അതേസമയം അയൺ, കോപ്പർ പോലെയുള്ള മെറ്റൽസ് അൾട്രാ വയലറ്റ് റേഡിയേഷനിലാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കുന്നത്. അതാണ് ആദ്യത്തെ പാർട്ട്. ഇനി ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പാർട്ട് ഐൻസ്റ്റീൻസ് മാസ് എനർജി റിലേഷൻ. ഇവിടെ ഐൻസ്റ്റീൻ പറയുന്നത് മാസ് എങ്ങനെയാണ് എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുന്നത് എന്നാണ്. കൺവേർഷൻ ഓഫ് മാസ് ഇൻ ടു എനർജി. ഒരു ഇക്വേഷൻ ഉണ്ട്, വളരെ ഫേമസ് ഇക്വേഷനാണ്. E = mc². E എന്ന് പറയുന്നത് എനർജി, m എന്ന് വെച്ചാൽ അത് മാസ്സാണ്, c ഒരു കോൺസ്റ്റൻ്റ് ആണ്, സ്പീഡ് ഓഫ് ലൈറ്റ്. സിക്ക് ഒരു വാല്യൂ ഉണ്ട്, c = 3 × 10⁸ m/s. അപ്പോൾ E = mc² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് മാസ് എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഐൻസ്റ്റീൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ഹീലിയം നിയോൺ ലേസർ. ഒരു ഹീലിയം നിയോൺ ലേസറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുക. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും, ഹീലിയം നിയോൺ ലേസർ എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ലേസറാണ്. അതിൻ്റെ ഡയഗ്രാം എങ്ങനെയാണ് വരക്കേണ്ടത്? ഒരു ഡിസ്ചാർജ് ട്യൂബ് ഉണ്ട്, ടി എന്ന് വെച്ചാൽ ഒരു ഡിസ്ചാർജ് ട്യൂബാണ്. അതിൻ്റെ ലെങ്ത് 50 സെൻറ്റിമീറ്റർ, അതിൻ്റെ ഡയമീറ്റർ 0.5 സെൻറ്റിമീറ്റർ ആണ്. M1 എന്ന് പറയുന്നത് ഒരു ഫുള്ളി സിൽവേർഡ് മിററാണ്, അതാണ് നമ്മൾ കാണിച്ചു വെച്ചിട്ടുള്ളത്. M2 എന്ന് പറയുന്നത് പാർഷ്യലി മാത്രം സിൽവർ ചെയ്തിട്ടുള്ള ഒരു മിറർ, പാർഷ്യലി സിൽവേർഡ് മിററാണ്. ഈ M2 എന്ന് പറയുന്ന മിററിലൂടെയാണ് ലേസർ ബീം പുറത്തേക്ക് വരുന്നതായിട്ട് കാണിക്കേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ വർക്കിങ്ങിലേക്ക് പോവാം. എ മിക്സ്ചർ ഓഫ് ഹീലിയം ആൻഡ് നിയോൺ ഇൻ ദ റേഷ്യോ 10:1 ഈസ് ടേക്കൺ ഇൻ ദ ട്യൂബ്. ട്യൂബിൽ ഹീലിയത്തിൻ്റെയും നിയോണിൻ്റെയും ഒരു മിക്സ്ചറാണ് നമ്മൾ എടുക്കുന്നത് 10:1 എന്ന് പറയുന്ന റേഷ്യോയിൽ. 10:1 എന്ന് പറയുന്ന റേഷ്യോ 10 ഹീലിയം ആറ്റത്തിന് ഒരു നിയോൺ ആറ്റം എന്നാണ്. വെൻ എ ഹൈ വോൾട്ടേജ് ഈസ് അപ്ലൈഡ്, നമ്മളിനി ചെയ്യാൻ പോകുന്നത് സൈഡ് ആമിലേക്ക് ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ആ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് എഴുതിയ ഭാഗത്തേക്ക് ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ഇലക്ട്രോൺസ് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. വെൻ എ ഹൈ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ഇലക്ട്രോൺസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഇനി ഈ ഇലക്ട്രോൺസ് ഹീലിയം ആറ്റത്തിനെ ഹിറ്റ് ചെയ്യും, അങ്ങനെ ഹീലിയം ആറ്റംസ് എക്സൈറ്റഡ് ആവും. അതാണ് നമ്മൾ പറയുന്നത് ഹീലിയം ആറ്റംസ് ആർ എക്സൈറ്റഡ് ഡ്യൂ ടു കൊളിഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഇങ്ങനെ എക്സൈറ്റഡ് ആയ ഹീലിയം ആറ്റംസ് നിയോൺ ആറ്റംസിനെ പോയിട്ട് ഹിറ്റ് ചെയ്യും. എക്സൈറ്റഡ് ഹീലിയം ആറ്റംസ് കൊളൈഡ് വിത്ത് നിയോൺ ആറ്റംസ്. അതിനുശേഷം സംഭവിക്കുന്നത് നിയോൺ ആറ്റംസ് എക്സൈറ്റഡ് ആവും എന്നുള്ളതാണ്. നിയോൺ ആറ്റംസ് ആർ എക്സൈറ്റഡ്. നിയോൺ ആറ്റംസ് എക്സൈറ്റഡ് ആയിക്കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഇൻവേർഷൻ ഹാപ്പൻസ്. പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എക്സൈറ്റഡ് ആയ ആറ്റങ്ങളുടെ എണ്ണം കൂടുക എന്നതാണ്. അങ്ങനെ എക്സൈറ്റഡ് ആയി നിൽക്കുന്ന നിയോൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുന്നു. അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. എന്താണ് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ പോപ്പുലേഷൻ ഇൻവേർഷൻ എത്തിക്കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് എമിഷൻ സ്റ്റാർട്ട്സ്. അതായത് എക്സൈറ്റഡ് ആയ ആറ്റംസ് ഫോട്ടോൺസിനെ പുറത്തു വിടാൻ തുടങ്ങും. പുറമേ നിന്നുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കോസ് കൂടാതെ, കാരണങ്ങളൊന്നും കൂടാതെ ഫോട്ടോൺസിനെ പുറത്തേക്ക് വിടാൻ തുടങ്ങും. അതാണ് സ്പോണ്ടേനിയസ് എമിഷൻ. ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് എമിറ്റ് ചെയ്യപ്പെട്ട ഫോട്ടോൺസ് എക്സൈറ്റഡ് ആയി നിൽക്കുന്ന മറ്റാറ്റങ്ങളെ പോയിട്ട് ഇടിക്കും, ഹിറ്റ് ചെയ്യും. അവിടെ നിന്ന് വീണ്ടും ഫോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ദ ഫോട്ടോൺസ് ഹിറ്റ് ഓൺ അതർ എക്സൈറ്റഡ് ആറ്റംസ് ടു സ്റ്റാർട്ട് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഇതിനെയാണ് നമ്മൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് വിളിക്കുക. ഇങ്ങനെ ഫോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാൽ M1ൻ്റെയും M2ൻ്റെയും ഈ രണ്ട് മിററിൻ്റെ ഇടയിൽ കിടന്നിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യും. അവസാനം M2 എന്ന് പറയുന്ന മിററിലൂടെ ലേസർ ബീമായിട്ട് അത് പുറത്തേക്ക് വരും. ഫോട്ടോൺസ് കംസ് ഔട്ട് ത്രൂ M2 ആസ് എ ലേസർ ബീം. ഇതാണ് ഹീലിയം നിയോൺ ലേസറിൻ്റെ വർക്കിംഗ്.